ഇങ്ങനെ 2-3 കളർ വെച്ച് എങ്ങനെയാണ് എഴുതുന്നതെന്ന് നമുക്കിപ്പോഴും ചിലർക്കൊക്കെ ഡൗട്ടാണ്. അത് നമ്മൾ എഴുതുന്നത് ഇൻഫിനിറ്റി പെയിൻറ്റർ എന്ന് പറഞ്ഞ ആപ്പ് ഉപയോഗിച്ചിട്ടാണ്. അപ്പം ഈ ഒരു ആപ്പാണ് ജസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ചിലപ്പോൾ നമുക്ക് അതിനകത്ത് ആഡ് വരാം. അതിന് നമ്മൾ ഇൻഫിനിറ്റി പെയിൻറ്ററിൻ്റെ അവിടെ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. സോ അപ്പോൾ നമുക്ക് ഇങ്ങനൊരു പ്രൊഫൈൽ കിട്ടും. അതിൻ്റെ ഷേപ്പ് നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് നമുക്ക് മാറ്റാൻ പറ്റും. മാറ്റിയതിന് ശേഷം അവിടെ തന്നെ നമുക്ക് വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാം. അതല്ലെങ്കിൽ അവിടെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ക്രിയേറ്റ് കൊടുത്ത് മുന്നോട്ട് പോകാം. അതല്ല നമുക്ക് ഇൻസൈഡ് ചെന്നിട്ടാണ് മാറ്റേണ്ടതെങ്കിൽ നമ്മളൊരു കോമ്പസ് പോലുള്ളതിൻ്റെ തൊട്ടപ്പുറത്ത് 2 സിഗ്നൽ ഉണ്ട്. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കളർ ഇങ്ങനെ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കളർ സെലക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ആവശ്യമുള്ള കളർ സെലക്ട് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അതിൻ്റെ താഴെ നമുക്ക് ഡെപ്ത്, ഒപ്പേസിറ്റി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒന്നും ആവശ്യം വലുതായിട്ട് വരുന്നില്ല. പിന്നെ നമുക്ക് എഴുതുന്ന കാര്യമാണ്. എഴുതുന്നതിനകത്ത് നമുക്ക് പല പെൻസിലുണ്ട്, പെന്നുണ്ട്, നമുക്ക് മാർക്കേഴ്സ് ഉണ്ട്, പെയിൻ്റ് ഉണ്ട്, വാട്ടർ കളറുണ്ട്. അപ്പം കാലിഗ്രഫി എന്ന് പറഞ്ഞൊരെണ്ണമാണ് ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അതിനകത്ത് സോഫ്റ്റ് പേപ്പർ വളരെ നല്ലതാണ്. നമുക്ക് എഴുതാൻ നല്ല സുഖമാണ്. അല്ലാതെ നമുക്ക് വേറെ ആവശ്യമുള്ളതൊക്കെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ അത് നന്നായിട്ട് സൂം ചെയ്യാം. നല്ലതായിട്ട് സൂം ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ട് എഴുതാൻ പറ്റും. ഇൻ കേസ് ഇപ്പോൾ നമ്മൾ എഴുതിയിട്ട് നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ആണ് നമുക്കത് വേണ്ടെങ്കിൽ നമ്മളൊരു ബ്രഷിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ നമുക്കൊരു ആരോ കാണുന്നുണ്ട്. ആ ആരോയിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമ്മൾ എഴുതിയത് നമുക്ക് ചെറുതായിട്ടാണ് അല്ലെങ്കിൽ വലുതായിട്ടാണ് അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നു അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് അത് കളയാൻ പറ്റും. ഇപ്പോൾ ഞാൻ ലാസ്റ്റ് എഴുതിയേക്കുന്നത് എനിക്ക് അത്രയും കംഫർട്ടബിളായിട്ട് തോന്നിയില്ല. അപ്പം ഞാൻ ആ ബ്രഷിൻ്റെ തൊട്ടപ്പുറത്തുള്ള ആരോയിൽ 2 ആണ് അതിൽ ക്ലിക്ക് ചെയ്തപ്പോഴത്തേക്ക് ആ എഴുതിയതെല്ലാം പോവുകയാണ് ചെയ്തത്. അപ്പം നമുക്ക് പിന്നെയും വേണമെങ്കിൽ കളർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണമെങ്കിൽ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് നമുക്ക് പതുക്കെ എഴുതാം. സൂം ചെയ്തിട്ട് എഴുതുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഭംഗിയായിട്ട് കിട്ടും. അപ്പം നമ്മൾ സാധാരണ എഴുതുന്ന പോലെ തന്നെയാണ് എഴുതുന്നവർ. ബ്രഷ് ഉള്ളവരാണെങ്കിൽ പെന്നോ അങ്ങനെ എന്തെങ്കിലും ഉള്ളവരാണെങ്കിൽ അത് വെച്ച് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് കൈ വെച്ച് സാധാരണ നമ്മൾ എഴുതുന്ന പോലെ തന്നെ എഴുതാം. ഇതിൻ്റെ കൂടെ നമുക്ക് കളർ ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ വീണ്ടും കളറിലോട്ട് പോവുക. കളറിൽ പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യുക. ഇതുപോലെ തന്നെ നമ്മൾ സൂം ചെയ്യുക. സൂം ചെയ്തിട്ട് നമുക്ക് നീറ്റായിട്ട് എഴുതാൻ പറ്റും. കുറച്ചുകൂടെ ഒക്കെ നല്ലതായിട്ട് പിടിച്ച് ഫോക്കസ് ചെയ്ത് നമുക്ക് എഴുതാൻ പറ്റും. ഇപ്പം ഞാൻ വേഗം ചുമ്മാതെ എഴുതിയത് കൊണ്ടാണ് ഇങ്ങനെ എഴുതിയത്. അപ്പോൾ നമുക്ക് സൂം ചെയ്ത് എഴുതുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കറക്റ്റായിട്ട് കിട്ടും. സൂം ചെയ്യാതെ ആണെങ്കിലും നല്ല എക്സ്പേർട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റും. ഞാൻ തുടക്കമായതുകൊണ്ട് ഞാൻ സാധാരണ സൂം ചെയ്തിട്ടാണ് എഴുതുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് 2, 3, 4 കളർ വേണമെങ്കിൽ ഇതിനകത്ത് ആഡ് ചെയ്യാം. ഇത് ആഡ് ചെയ്യുമ്പം നമുക്ക് കുറച്ചും കൂടെ ഭംഗിയായിട്ട് തോന്നും. പിന്നെ ബാക്ക്ഗ്രൗണ്ട് നമുക്കതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടും നമ്മൾ എഴുതുന്ന ആ കളറുമായിട്ട് നമുക്ക് മാച്ച് ചെയ്ത് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റും. നമുക്ക് വേണ്ടാത്തതിന് എറേസ് ചെയ്ത് മാറ്റാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ ഒരു കളറൂടെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നന്നായിട്ട് ഡ്രോ ചെയ്യുന്നവരാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ സിമ്പിൾസൊക്കെ വേണമെങ്കിൽ വരയ്ക്കാം. അതിനൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ അതിനും നമുക്ക് കളറൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഞാൻ ആദ്യം യെല്ലോ എടുത്തു, അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ റെഡാണ് എടുത്തേക്കുന്നത്. പിന്നെ ഞാൻ അടുത്തത് ഓറഞ്ച് സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ മാറ്റാം. ഇൻ കേസ് ഇപ്പം നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ബ്രഷിന് താഴെയുള്ള ഏറ്റവും താഴെ കാണുന്ന ആ ബാറിൽ ബ്രഷിന് തൊട്ടപ്പുറത്തുള്ള ആരോയിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി പോകും. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ അണ്ടർലൈൻ എന്തെങ്കിലും കൊടുക്കാം, എന്തെങ്കിലും ചെറിയ ഫ്ലവേഴ്സ് വരയ്ക്കുന്നെങ്കിൽ വരയ്ക്കാം. അപ്പം നമ്മൾ അത്യാവശ്യം വരയ്ക്കാനൊക്കെ അറിയാവുന്നവരാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. കുറച്ചുകൂടെ നല്ല ഭംഗിയായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റും. എനിക്ക് അത്രയും വരയ്ക്കാൻ അറിയത്തില്ല, ഒരു വിധത്തിൽ ഒപ്പിച്ചാണ് എടുക്കുന്നത്. പക്ഷേ അത്യാവശ്യം നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നല്ല നല്ല കളറുകളൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഒത്തിരി അട്രാക്റ്റീവായിട്ട് തോന്നും. പിന്നെ നമുക്കിത് സേവ് ചെയ്യാൻ വേണ്ടി നമ്മളുടെ ഒരു 3 കുത്ത് മേളിൽ കാണുന്നുണ്ട്. അപ്പോൾ അവിടെ എക്സ്പോർട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതേ ക്ലിക്ക് ചെയ്യുമ്പം നമുക്ക് ഇവിടെ പല ഇമേജസ് കാണിക്കും. അതിനകത്ത് നമ്മൾ PNG ആണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ PNG സെലക്ട് ചെയ്തിട്ട് നമ്മൾ എക്സ്പോർട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഗാലറിയിലോട്ട് അത് സേവ് ആവും. അപ്പോൾ അവിടെ ഓൾറെഡി നോട്ടിഫിക്കേഷൻ മേളിൽ കാണിക്കുകയും ചെയ്യുന്നു. അപ്പം ടാറ്റാ, ബൈ ബൈ.